എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത്. കൊള്ളാം, കുറച്ച് ലൂസായി പോയി. കുളമായാലും നമ്മളല്ലേ കഴിക്കുന്നത്. ഇതിൽ മുങ്ങാൻ പറ്റുന്ന പോലത്തെ 7 stages of grief-ലാണ് എൻ്റെ കേക്ക് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കുറേ നീരായി വെക്കുന്നു. ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് മോസ്റ്റ് പ്രോബ്ലി എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയിരിക്കും. മോസ്റ്റ് പ്രോബ്ലി നല്ല ഇത് എന്തായാലും ഞാൻ ഇടും. അപ്പം ഞാൻ വന്ന എന്തിനാന്ന് വെച്ചാൽ, ലോങ് വീഡിയോ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ, അവർ ചാനൽ റീച്ച്ഡ് 1K സബ്സ്ക്രൈബേഴ്സ് ഗൈസ്. 1K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എൻ്റെ വൈൽഡസ്റ്റ് ഡ്രീംസിൽ പോലും വരാനുള്ള ടൈം ആയിട്ടില്ല. പക്ഷേ ക്വിക്കായിട്ടെത്തി. ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ഈ സന്തോഷം ആഘോഷിക്കാനായിട്ട് ഞാൻ വിചാരിച്ചു ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന്. അത് കുഞ്ഞു കേക്കാണ്, ഒരു ഓറിയോ കേക്ക്. അപ്പം ഞാൻ ഇപ്പം റെഡി ആയിട്ടിരുന്നത് അതിനുള്ള സാധനം വാങ്ങാൻ പോയിട്ടാണ്. സ്റ്റോറിയെ വാങ്ങിച്ചു, പിന്നെ പാലും ഉണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ മറ്റേ ചതയോ ആയതുകൊണ്ട് മുകളിൽ പ്രാർത്ഥനയാണ്. ഇപ്പം മിക്കവാറും നോയ്സ് കേൾക്കുമായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. അപ്പം നമുക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കാം. അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ഇവിടെ ബൗളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഭാഗ്യത്തിന് മറ്റേ ചോക്ലേറ്റിൻ്റെ ഓറിയോ തന്നെ കിട്ടി. എപ്പോഴും അവിടെ സ്ട്രോബെറിയുടെ ഉണ്ടാവും. എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ല. ഇത് ഫോർക്ക് വെച്ച് ക്രഷ് ചെയ്താൽ മതി, പക്ഷേ എനിക്ക് മിക്സിയിലിട്ടാക്കാം. നമുക്ക് മിക്സിയിലിട്ടടിച്ചിട്ട് ഞാൻ ഇതിന് മുന്നേ 2 പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ കേക്ക്. പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. ആദ്യം ഉണ്ടാക്കിയപ്പോൾ 2 തവണ ഉണ്ടാക്കിയ സമയത്തും ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. സ്പൂൺ എടുത്തിട്ട് വരാം. ഞാൻ പറഞ്ഞ ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയത്. രണ്ടും വർക്കാവുമെന്ന് തോന്നുന്നു. നമ്മുടെ ക്രീമിനകത്ത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമുക്കിതിൻ്റെ മുകളിൽ കേക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേനും ഒഴിച്ചു കൊടുത്താൽ നല്ല ക്രീമായിട്ടിരുന്നു. പക്ഷെ ഇതിനകത്ത് മെൽറ്റ് ചെയ്ത് ഒഴിക്കാൻ ചോക്ലേറ്റ് ഇല്ലായിരുന്നു. അപ്പം നമുക്ക് കേക്ക് മാത്രം ഉണ്ടാക്കാം. അപ്പം നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടുണ്ട് നല്ല രീതിക്ക്. ഞാൻ വൃത്തിക്ക് കാണിച്ചു തരാം. നമ്മൾ ബിസ്ക്കറ്റ് നല്ല രീതിക്ക് പൊടിച്ചിട്ടുണ്ട്. മണ്ണ് പോലെ ആയിട്ടുണ്ട്. ഇത് ഏത് ആംഗിളിൽ വെച്ചാൽ എന്നെയും ഇതിനെയും കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമുക്കിനി ഇതിലോട്ട് പാലൊഴിക്കാം. പാല് പൊടിക്കട്ടെ. നമുക്കിതിലോട്ട് പാലൊഴിക്കാം. ഇനി ഇത് കുറച്ച് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ പാലൊഴിച്ച് മിക്സ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. ഈസി പീസിയാണ്. ഇനി ഇത് ആവുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. അറ്റ് ദിസ് പോയിന്റ് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യുന്നത്. എന്തൊക്കെയോ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതാ ലൈക്ക് ഇപ്പോൾ വീണേനെ എൻ്റെ ഓടി കൊള്ളാം എന്ന് പറയുന്നത് എന്താ, ബിസ്ക്കറ്റും പാലുമാണ്. കുറച്ചും കൂടി പാൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ മറന്ന കാര്യം, ഒരു നുള്ള് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഇടണം. ഇടണം. അപ്പം അതും ഞാൻ ഒരു നുള്ളിട്ട് ഇത് നല്ല വൃത്തിക്ക് ഇതിട്ട് കഴിഞ്ഞിട്ട് നല്ല വൃത്തിക്ക് മിക്സ് ചെയ്യണം. ഈ രീതിയിലൊരു കോർണറിൽ വന്നിരുന്നാൽ കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. കുറച്ച് ലൂസായി പോയി, ഒരു സംശയം. ഇനിയിപ്പോൾ ലൂസായാലും എന്തെങ്കിലും ഓർമ്മ ഇരിപ്പില്ല ഇടാൻ. ഇപ്പോഴാണ് റൈറ്റ് കൺസിസ്റ്റൻസി ആയത്. ഇത് പ്രോമിസിങ് ആണ്. കണ്ടോ, ഒരു റണ്ണി കൺസിസ്റ്റൻസി. ഇനി ഒന്നുമില്ല, ബേസിക്കലി ഈ സാധനം എടുത്ത് ഒരു സ്റ്റീൽ ബൗളിൽ വെക്കുക. അതിനകത്തോട്ട് ഇച്ചിരി ബട്ടറോ എന്തെങ്കിലും ഗീയോ സ്പ്രെഡ് ചെയ്തിട്ട് ഇതങ്ങോട്ട് ഒഴിക്കുക. പിന്നെ ഒരു 20 മിനിറ്റ്സ് വെക്കുക. എന്നിട്ട് കുത്തി നോക്കാൻ എന്തോന്നില്ലെങ്കിൽ നമ്മുടെ ടൈം അനുസരിച്ച് വെക്കാം. പല പാത്രത്തിലും പലതുപോലെയാണ്. എനിക്ക് കറക്റ്റ് ടൈം അറിയില്ല. ഞാനിതെല്ലാം ഐബോളിംഗ് ആണ്. ഒരു സ്റ്റീൽ ബൗൾ കിട്ടി. അത്യാവശ്യം കേക്ക് ഷേപ്പ് ഒക്കെ ഉള്ളൊരു പാത്രം കിട്ടി. ഇതിലാണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. നെയ്യ് തേക്കാൻ മറന്നുപോയി. ഓക്കേ, 7 stages of grief-ലാണ് എൻ്റെ കേക്ക് ഇപ്പം നടക്കാൻ പോകുന്നത്. ശുദ്ധമായ പശുവിൻ പാലിൽ നിന്ന് ഉണ്ടാക്കിയ നെയ്യ്. ഇത് ഒഴിക്കാൻ മറക്കാണ്ടിരിക്കട്ടെ, മറക്കുന്നതിന് മുന്നേ ഒഴിക്കട്ടെ. ഇനി നമ്മളൊന്നും അറിയാത്ത പോലെ നാച്ചുറലായിട്ട് നേരത്തെ ചെയ്തത് പിന്നെയും ചെയ്യുക. ഈ കേക്കിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിക്കുക.
ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് കളയണം. എനിക്കിതൊന്നും വൃത്തിക്ക് വീഡിയോ എടുത്തു തരാൻ ആളില്ല എന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ നല്ല വൃത്തി കാണിച്ചിട്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്കത് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഇതിലാണ് ഞാൻ സ്റ്റീം ചെയ്യുന്നത്. ഇതിലൊരു വട്ടം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേ ചെറിയ ഇഡ്ഡലി പാത്രം ഉണ്ടായിരുന്നു ഇവിടെ, മിനി. പക്ഷെ അതിലൊരു തരത്തിൽ ഈ പാത്രം കയറുന്നില്ല. എനിക്കിതിൽ മുങ്ങാൻ പറ്റുന്ന പോലത്തെ സൂക്ഷിച്ച് വെക്കാം. ഇതിൻ്റെ പുറത്ത് അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്താൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇവിടെ അലൂമിനിയം ഫോയിൽ ഇല്ല. ഒരടപ്പ് വെച്ച് അടിക്കുക, അല്ലെങ്കിൽ ഈ സ്റ്റീം ഈ വെള്ളം ഇതിനകത്ത് തന്നെ വീഴും. അത് വലിയ രസം ഉണ്ടാവില്ല. നമ്മളിത് അടച്ചു വെക്കാം. എന്നിട്ടൊരു 20 മിനിറ്റ്സ് ടൈമർ വെക്കാം ഫോണിൽ. 20 മിനിറ്റ്സ് ടൈമർ വെച്ചു. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. 10 മിനിറ്റ്സ് വെച്ചു. 10 മിനിറ്റും കൂടി വെച്ചു. എന്നിട്ട് ഇപ്പം നോക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ നല്ല പുകയുണ്ടായിരുന്നു. പക്ഷേ ഗന്ധർവനൊക്കെ പോലെ ഒരു മണിയുള്ള വെച്ച് നോക്കാം. വെന്നിട്ടുണ്ട്. അപ്പം ടോട്ടൽ 30 മിനിറ്റ്സ് വെച്ചിട്ടുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പം ചൂടൊന്നുമില്ല. Here is our cake. ഒരു കപ്പ് കേക്ക് ടെക്സ്ചറാണ് വരുന്നത്. എനിക്കിഷ്ടമാണ്. നല്ല മോയിസ്റ്റ് കേക്കാണ്. ഇതിൻ്റെ മുകളിൽ ടോപ്പിംഗ് മറ്റേ ചോക്ലേറ്റ് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇനി ഉണ്ടാക്കുമ്പോൾ ബിസ്ക്കറ്റും ക്രീമും സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഡു ട്രൈ ദിസ് ആൻഡ് കോമെൻറ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ബൈ.